അങ്ങനെ നമ്മൾ കാത്തുകാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടക്കാല വെടിനിർത്തൽ കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. G7 ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി വേഴ്സായ് കൊട്ടാരത്തിൽ നടന്ന അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് ഈ കരാറിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇറാൻ വിജയക്കൊടി പാറിച്ചു എന്നതാണ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ഇതിനുശേഷം പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് പ്രധാന പ്രതികരണങ്ങൾ ഒന്ന് കാണാം. اون موقع من یک جمله گفتم من با مذاکره مخالف نیستم، موافقم، ولی توجه کنیم با کدوم مذاکره من موافقم؟ با مذاکره‌ای که خودش یک شیوه مبارزه باشه. فرق این دوره مذاکره با دوره‌های قبلی در این هست که این علم پیروزی میدان که دشمنان ما هم گفتن و دوستان ما هم دیدن، ملت ما هم یه عظمت رو دیدن که نیروهای مسلح ما با اینکه واقعا کم منفعت قلیله بودن نسبت به این دشمن. Mr. President, please, just one question for French TV and the Iran deal. Just one question. You signed the deal? You signed the deal? The MOU? It's signed, yeah. It's signed? I signed it. അപ്പോൾ അങ്ങനെ താൽക്കാലികമായി യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം VR കാർത്തിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, 108 ദിവസം നീണ്ടുനിന്ന യുദ്ധം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. താൽക്കാലിക കരാർ ആയിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കണം. ആണവ നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ 60 ദിവസത്തെ സമയമാണ് ഉള്ളത്. ഈ കരാറിൽ ഇപ്പോൾ അമേരിക്ക നൽകുന്ന പുനരുദ്ധാരണ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? എത്രമാത്രം നമുക്ക് ഈ കരാറിനെ വിശ്വസിക്കാം? സമാധാനം പുലരുമെന്ന് ആശിക്കാം. രേണുക, ഫെബ്രുവരി 28 ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും ഒരു ശമനം ഉണ്ടാകും എന്ന് ആശ്വസിക്കാം. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ഒരാഴ്ചയിലധികമായി നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇടക്കാല സമാധാന ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഒപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒപ്പുവെച്ചു. ചരിത്രപ്രസിദ്ധമായ വേഴ്സായ് കൊട്ടാരത്തിലാണ് ഈ ഒപ്പുവെച്ചത് എന്നതും ഏറെ പ്രസക്തമാണ്. കാരണം നമുക്കറിയാം 1919 ഒന്നാം ലോക മഹായുദ്ധകാലത്തിന് ശേഷം സമാധാന കരാർ ഒപ്പുവെച്ച ഇടത്ത് മറ്റൊരു ചരിത്രം കൂടി രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ സമാധാന കരാറിനെ അഭിസംബോധന ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം 14 നിർദ്ദേശങ്ങളാണ് ഈ സമാധാന ധാരണാപത്രത്തിൽ ഉള്ളത്. അത് എത്രത്തോളം പാലിക്കപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും കാലങ്ങളിൽ യുദ്ധത്തിൻ്റെ ഭാവി, ഈ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള കരാറിൻ്റെ ഭാവി. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനം ഹോർമൂസ് തുറക്കും എന്നതാണ്. ഹോർമൂസ് ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കും. സമുദ്രം വഴിയുള്ള ജലപാത അത് സുഗമമാകും എന്ന് പ്രത്യാശിക്കുന്നു. കാരണം നിലവിൽ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നാലും സാധാരണഗതിയിൽ സമുദ്രപാതയിലൂടെയുള്ള ജലഗതാഗതം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കും. അതിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ട്. നമുക്കറിയാം, ഫെബ്രുവരി 28 മുൻപ് 120 മുതൽ 140 കപ്പലുകൾ വരെയാണ് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ ദിവസേന ചരക്ക് ഗതാഗതം നടത്തിയിരുന്നത്. ഇതിൽ ഏറെയും എണ്ണ ടാങ്കറുകൾ ആയിരുന്നു. ലോകത്തിൻ്റെ തന്നെ ഊർജത്തിൽ ഏതാണ്ട് 20% നിർണായകമായ പങ്കുവഹിച്ചിരുന്ന ഇന്ധനം അത് ഈ ജലപാതയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ ഇനിയും സമയമെടുക്കും. അതിന് പലതരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. ഒന്ന്, മൈനുകളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇറാൻ സ്ഥാപിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ മൈനുകൾ നീക്കം ചെയ്യാൻ വലിയൊരു കാലയളവ് വേണ്ടിവരും. രണ്ടാമത്, ഈ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അത് നീക്കുകയും ചെയ്യും. ഘട്ടം ഘട്ടമായാവും ഇത് നീക്കുക. എന്തായാലും നാവിക ഉപരോധം നീക്കി തുടങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ജലഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് വരും കാലങ്ങളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും 2 ആശങ്കകൾ ഉണ്ട്. ഒന്ന്,
ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടും സമാധാനം കരാറിൽ ഒപ്പുവെച്ച ശേഷം ഈ 60 ദിവസം കൊണ്ട് എന്തൊക്കെ ചർച്ചകൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നടക്കും എന്നതാണ് അതിൽ പ്രധാനം. ടോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വരും കാലങ്ങളിൽ പിരിക്കുമോ എന്നതാണ്. ടോളുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലവിൽ നിൽക്കുന്നു. 60 ദിവസത്തേക്ക് ടോൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ആത്യന്തികമായി ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം ടോൾ ഇല്ലാതെയാകുമോ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ജലഗതാഗതം എന്നതിൽ ടെഹ്റാൻ കൃത്യമായ മറുപടി നൽകുന്നില്ല. ഇത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇറാൻ, ഒമാൻ, അതോടൊപ്പം തന്നെ US ഇവർ 3 പേരും സംയുക്തമായി നടത്തുന്ന തുടർ ചർച്ചകളിലാകും ടോൾ പിരിക്കുന്നത് അടക്കമുള്ള അന്തിമ തീരുമാനങ്ങൾ. ഇപ്പോൾ ഹോർമൂസ് തുറക്കുമെങ്കിലും IRGCയുടെ സഹകരണത്തോടെ മാത്രമേ ഷിപ്പുകൾക്ക് അതുവഴി കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇത് ഇറാനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉപരോധങ്ങളാണ്. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ തോതിൽ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അത് ഇറാനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചു. പിന്നീട് ഈ യുദ്ധം സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഏറ്റവും പ്രധാനം ഈ 14 കരാറിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. $300 ബില്യൺ തുക സാമ്പത്തിക പുനരുജ്ജീവന പാക്കേജ് എന്ന നിലയിൽ ഇറാൻ്റെ പുനർനിർമ്മാണത്തിനടക്കം പ്രയോജനപ്പെടുത്താവുന്ന തരത്തിൽ വിട്ടു നൽകും എന്നതാണ് ഈ കരാറിലെ മറ്റൊരു വ്യവസ്ഥ. അത് അടക്കമുള്ള കാര്യങ്ങളിലും തുടർ ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനം അമേരിക്ക കൈക്കൊള്ളുക. എന്തായാലും ഇറാൻ വലിയ തോതിൽ വിജയ അവകാശം ഈ കരാറുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു കഴിഞ്ഞു. ഇറാൻ പാർലമെൻറ്റ് സ്പീക്കറുടെ അദ്ദേഹം അനുവദിച്ച അഭിമുഖത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ആദ്യം കേട്ടത്. ഫാർസി ഭാഷയിൽ അദ്ദേഹം നൽകുന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ഇറാൻ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലിൽ എന്നാണ്. അതായത് വലിയ തോതിൽ ഇറാൻ നേതാക്കൾ വിജയം അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയും വലിയ തോതിൽ അവകാശങ്ങൾ നേടിയെടുത്തു എന്നും വിജയം അമേരിക്കയുടെ പക്ഷത്താണ് എന്നും അവകാശപ്പെടുന്നു. US സെനറ്റർമാരുടെ അടക്കം ഇതിനോടകം പുറത്തു വന്ന പ്രതികരണങ്ങൾ പറയുന്നതും അതാണ്. പക്ഷേ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ US എന്തൊക്കെ നേടി എന്നത് ചർച്ച ചെയ്യുമ്പോൾ ഈ യുദ്ധം ആരംഭിച്ചത് എന്തിനാണ് എന്ന ഇടത്തു നിന്ന് തുടങ്ങണം. അതിൽ ഏറ്റവും പ്രധാനം ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി അന്ന് ഇറാനെ ആക്രമിച്ചത്. ആ ഭരണമാറ്റം സാധ്യമായോ എന്ന് ചോദിച്ചാൽ ഇനിയും അവർക്ക് അത് സാധ്യമായിട്ടില്ല. 2, ഇറാൻ്റെ കൈവശം ഉണ്ട് എന്ന് ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെട്ട ആണവായുധം, അതായത് 440 കിലോയോളം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുന്നു. ഈ കരാറിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആണവായുധം നിർമ്മിക്കില്ല എന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പക്ഷേ കഴിഞ്ഞ ദശാബ്ദങ്ങളായി ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ്. ആ ഉറപ്പിനപ്പുറത്തേക്ക് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമാകുമോ, അത് കണ്ടെത്താൻ സാധ്യമാകുമോ, അത് മൂന്നാമതൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും കൃത്യമായ ഒരു വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും നിശ്ചയിച്ചതിലും ഒരു ദിവസം നേരത്തെ ഈ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ ജനീവയിൽ നാളെ നിശ്ചയിച്ച പ്രകാരം കൂടിക്കാഴ്ച നടക്കും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇതിൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഇടത്തേക്ക് തന്നെ ഒന്നുകൂടി പരിശോധനയിലേക്ക് വന്നാൽ നോക്കൂ, ഇറാൻ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇറാനെ സംബന്ധിച്ച് കാർത്തിക് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ എന്നും ഉപരോധങ്ങളിലായിരുന്നു. ആ സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, ഈ യുദ്ധത്തിൻ്റെ മറവിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ സമാപനം അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതുവരെ അവർക്കുമേലുണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും നീക്കാം എന്ന ഒരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമൂസ് സ്വതന്ത്രമായിരുന്നു, അവിടെ ടോളില്ലായിരുന്നു, ഏത് കപ്പലുകൾക്കും കടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇറാൻ അവിടെ പിടിമുറുക്കുകയും അവിടെ നിയന്ത്രണം കടുപ്പിക്കുകയും ചെയ്തത്. അവിടെ ഇപ്പോൾ ടോൾ വേണമോ വേണ്ടയോ എന്നത് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഒമാനിൻ്റെ സാന്നിധ്യത്തിലൊക്കെ ചർച്ച നടന്ന് അവിടെ ഏത് വിധത്തിൽ ടോൾ ഏർപ്പെടുത്താം എന്നത് തീരുമാനിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഖാലിബാഫ് അവകാശപ്പെടുന്നത് പോലെ ഇറാന്റെ നേട്ടമാണ് ഈ കരാർ എന്ന് പറയേണ്ടി വരത്തില്ലേ? എല്ലാ ഉപരോധങ്ങളും നീക്കുന്നു, അവർ ഹോർമുസ് ഉൾപ്പെടെയുള്ളിടത്ത് അവരുടെ അവകാശം സ്ഥാപിക്കുക കൂടി ചെയ്യുമ്പോൾ.
ഹോർമൂസ് കടലിടുക്കിന്റെ അവകാശം വിട്ടു നൽകില്ല എന്ന് ഈ യുദ്ധത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇറാൻ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ഘട്ടത്തിൽ സമാധാന ധാരണയുടെ ഭാഗമായി ഹോർമൂസ് തുറന്നു നൽകുന്നു. അപ്പോഴും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ടോൾ പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്കകൾ ലോകരാജ്യങ്ങൾക്ക് നിലനിൽക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും ചെയ്യും. നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ടോൾ പിരിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയാൽ അത് ഇറാന് വിജയമായി അവകാശപ്പെടാം. മറ്റൊന്ന്, അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല ഇറാൻ എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതിലേറ്റവും പ്രധാനം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇറാന് എതിരെ അമേരിക്ക പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ മിസൈൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഈ സമാധാന ധാരണാപത്രത്തിൻ്റെ ഭാഗമല്ല. അതും വിജയമായി ഇറാന് അവകാശപ്പെടാം. മറ്റൊന്ന്, ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങളാണ്. അതിൽ ആഭ്യന്തര പ്രക്ഷോഭം അടക്കം രൂക്ഷമായിട്ടും കൃത്യമായ സംവിധാനങ്ങളിലൂടെ ഇറാൻ്റെ അകത്തുള്ള വിമതർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് അടക്കമുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടും അമേരിക്കയ്ക്ക് അതിലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. നിലവിലും തിയോക്രാറ്റിക് ഭരണം തന്നെയാണ് ഇറാനിൽ ഉള്ളത്. അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ആ അർത്ഥത്തിലും ഇറാന് വിജയം അവകാശപ്പെടാം. അങ്ങനെ ഈ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിച്ചാൽ അതിലൊന്നും കൃത്യമായ ലക്ഷ്യം നേടാതെയാണ് അമേരിക്കയുടെ ഈ പിന്മാറ്റം. ഒരു പക്ഷേ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാകാം ഇത്തരത്തിൽ ഒരു സമ്മർദ്ദത്തിലേക്ക് ട്രംപിനെ എത്തിച്ചതും. എന്തായാലും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളും മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ഈ ധാരണ അത് എത്രത്തോളം നിലനിൽക്കും എന്നത് കണ്ടറിയണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ലെബനൻ അടക്കം എല്ലാ മേഖലകളിലെയും യുദ്ധം, സൈനിക നടപടികൾ ഈ കരാറുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിക്കണം എന്നതാണ്. അതിന് ഇസ്രായേൽ എത്രത്തോളം തയ്യാറാകും എന്നതാണ് കണ്ടറിയേണ്ടത്. ഒന്ന്, US-ഉം ഇറാനും ഇതിൽ ഒപ്പിടുമ്പോഴും ഈ കരാറിൻ്റെ ഒരു പകർപ്പ് മാത്രമാണ് ഇസ്രായേലിന് നൽകിയിട്ടുള്ളത്. ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേലുമായി ചർച്ച ചെയ്തു എന്ന് പറയുമ്പോഴും അത് ഇസ്രായേൽ എത്രത്തോളം അംഗീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കരാറിന്റെ ഭാവി. നമുക്കറിയാം ഞായറാഴ്ച കാർത്തിക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കരാറിന്റെ ഭാവി എത്ര എന്നൊരു ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. കാരണം തങ്ങൾ ഈ കരാറിന്റെ ഭാഗമായി